شبه لابو لبرو والروح قاديشو من عالم വാദാ من عالم المينامين. ക്രിസ്താബ്ദം 2021 മെയ് മാസം 16-ാം തീയതി ഞായർ. മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ രണ്ടാം പാഠമായി വായിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 12-14 വാക്യങ്ങൾ ഞാൻ ഇപ്പോൾ വായിക്കാം. Acts of Apostles chapter 1 verses 12 and 14. അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവ് മല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുവനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. പ്രാർത്ഥിക്കാം. ജീവൻ്റെ ഉടയവനായ ഞങ്ങളുടെ ജീവനുള്ള ദൈവം തമ്പുരാനെ, നിൻ്റെ ജീവൻ തുടിക്കുന്ന തിരുവചനം കൂടി ഞങ്ങളോട് ഇപ്പോൾ ഇടപെട്ട് ഞങ്ങളെ ജീവിപ്പിച്ച് ജീവാത്മാവിൽ ജീവനുള്ളവരാക്കി നിലനിർത്തണമെന്ന് ഞങ്ങൾക്ക് ആ ജീവനെ വെടിഞ്ഞ് മിശിഹയുടെ നാമത്തിൽ അർപ്പിക്കുന്ന പ്രാർത്ഥനകളെ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 12-14 വാക്യങ്ങൾ ആസ്പദമാക്കി 3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ശീഘ്രം കൊണ്ടുവരാം. സ്വർഗാരോഹണം ചെയ്ത നമ്മുടെ മോറാൻ ഈശോ മിശിഹായുടെ തിരുവായ്മൊഴികൾ അനുസരിച്ച് ശിഷ്യഗണം യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്നു. വിശുദ്ധ ലൂക്കോസ് എവങ്കലിസ്റ്റിന്റെ സുവിശേഷം എൻ്റെ അവസാന അധ്യായം 24-ാം അധ്യായത്തിൻ്റെ 49-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളോ ശക്തി ലഭിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് യേശു അവരോട് പറഞ്ഞു. ലൂക്കോസ് എവങ്കലിസ്റ്റിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 47-ാം വാക്യം കർത്താവ് തമ്പുരാൻ പറഞ്ഞത്: അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളും പ്രസംഗിക്കണം എന്ന് എഴുതിയിരിക്കുന്നു. ലൂക്കോസ് മസ്രബോനു 24-ാം അധ്യായത്തിൻ്റെ 52-ാം വാക്യം നാം വായിക്കുന്നു: അവർ മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്നു. Here we see that they obeyed Christ by returning to Jerusalem. After the ascension of our Lord Jesus Christ, what did the disciples do? What did they do? They obeyed Jesus and they returned to Jerusalem. അതാണ് ഞാൻ ഒന്നാമതായി പറയാൻ ശ്രമിക്കുന്നത്. അനുസരണവും യാത്രയും. യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ ഓർത്ത്, ആ തിരുവായ്മൊഴി ഓർത്ത്, ആ തിരുവചനത്തെ അനുസരിക്കേണ്ടതിലേക്ക് ശിഷ്യന്മാർ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്ന് അവനെ വാഴ്ത്തി പുകഴ്ത്തി പോന്നു. നിങ്ങളോ ശക്തി ലഭിക്കുവോളം യെരുശലേമിൽ തന്നെ പാർപ്പീൻ എന്ന് യേശു അവരോട് പറഞ്ഞിരുന്നു. അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളും പ്രസംഗിക്കണമെന്ന് എഴുതിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, അവർ സ്വർഗാരോഹണം ചെയ്ത യേശു മിശിഹായുടെ വാക്ക് കേട്ട് അത് ഓർത്ത് അതിനെ അനുസരിച്ചു. അവർ മടങ്ങിച്ചെന്നു. അവർ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്നു. നമ്മുടെ ജീവിതം എങ്ങനെയാണ്? ഇപ്രകാരം ദൈവ വചനത്തിൽ അധിഷ്ഠിതമാണോ എൻ്റെയും നിങ്ങളുടെയും ജീവിതം എന്ന് നാം ഓരോ ദിവസവും സ്വയം ചോദിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ യാത്ര എങ്ങോട്ടാണ്? യെരുശലേമിലേക്കാണോ? അവർ ഡെസ്റ്റിനേഷൻ എങ്ങോട്ടേക്കാണ് ഈ യാത്ര, ഈ തീർത്ഥയാത്ര? അത് യെരുശലേം ലക്ഷ്യമാക്കിയാണോ? പ്രിയമുള്ളവരെ, ഒന്നാമതായി നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്ക് വേണ്ടി ഞാൻ പറയാൻ ശ്രമിക്കുന്ന തലക്കെട്ട് അനുസരണവും യാത്രയും. മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ ഇടവകൾക്ക് വിശുദ്ധന്മാരുടെ പേരുകൾ കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ സെയിൻറ്റ് തോമസ്, സെയിൻറ്റ് മാത്യൂസ്, സെയിൻറ്റ് ആൻഡ്രൂസ്, സെയിൻറ്റ് സ്റ്റീഫൻസ്, ധാരാളം വിശുദ്ധന്മാരുടെ പേരുകൾ ഇടവയ്ക്ക് കൊടുക്കുന്നു. അതോടൊപ്പം വേറെ ഒരു പേര് കൊടുക്കുന്നത് യെരുശലേം എന്നാണ്. തിരുവനന്തപുരത്തും കോട്ടയത്തും എറണാകുളത്തും ചെന്നൈയിലും ബാംഗ്ലൂരിലും ന്യൂഡൽഹിയിലും എല്ലാം മലങ്കര മാർത്തോമാ സഭയ്ക്ക് യെരുശലേം എന്ന ഇടവകളുണ്ട്, ദേവാലയങ്ങളുണ്ട്. നമ്മുടെ മെത്രാച്ചന്മാർ താമസിക്കുന്ന അരമനകൾ, അടൂര് ഹെർമൻ എന്നാണ് പേര്.
ചെങ്ങന്നൂര് നമുക്കറിയാം ഒലിവറ്റ്, കോട്ടയത്തിന് സിയോൻ, ന്യൂയോർക്കിലെ അരമനയ്ക്ക് സീനായി, കൊട്ടാരക്കര അരമനയുടെ പേര് ഊർസ്ലേം എന്നാണ്. എന്താണ് ഊർസ്ലേം എന്ന് പറഞ്ഞാൽ? സിറ്റി ഓഫ് പീസ്, സിറ്റി ഓഫ് ഗാഡ്, സമാധാന നഗരമാണ്. ആ സമാധാന തുറമുഖത്ത് എത്തിച്ചേരേണ്ടതിലേക്ക് നമ്മുടെ യാത്ര ആ ലക്ഷ്യം വെച്ച് ആയിരിക്കണം. ആയതിലേക്ക് അവൻ്റെ വചനത്തെ അനുസരിക്കണം. സ്വർഗാരോഹണം ചെയ്ത കർത്താവ് തമ്പുരാൻ ശിഷ്യഗണത്തോട് ആവശ്യപ്പെട്ടത് അവർ അക്ഷരം പ്രതി അനുസരിച്ചു. ആ തിരുവായ്മൊഴി ഓർത്ത് ആ വചനത്തെ അനുസരിച്ചുകൊണ്ട് അവർ ഊർസ്ലേമിലേക്ക് മടങ്ങിച്ചെന്ന് ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്തി പോന്നു. ശക്തി ലഭിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് കർത്താവ് തമ്പുരാൻ പറഞ്ഞത് ഇത് അവർക്ക് ആ തിരുവായ്മൊഴി അനുഭവമായി തീരുവാൻ അവർ ആ വചനത്തെ അനുസരിച്ചു. മനോഹരമായ ഒരു ഗീതം മോശവത്സലം ശാസ്ത്രികളുടേതാണ്. നമ്മളുടെ പുസ്തകത്തിൽ 293 അതിൻ്റെ അവസാനത്തെ സ്റ്റാൻസ ഇങ്ങനെയാണ്: യെരുസലേമിൻ അധിപനീശോ, തിരുമുൻ ഞാൻ സ്തുതി പാടാൻ വരും വരെയും അരികിൽ ഭവാൻ ഇരിക്കണം നാഥ. അതിൻ്റെ കോറസ്: യെരുസലേമിൻ ഇമ്പ വീടേ, എപ്പോൾ ഞാൻ വന്നു ചേരും, ധരണിയിലെ ഈ പാടും കേടും എപ്പോൾ ഇങ്ങൊഴിയും. മനോഹരമായ ഒരു ഗീതം. കോവളം സ്വദേശിയായ മോശവത്സലം ശാസ്ത്രികൾ രചിച്ച ഈ ഗീതം. നമ്മുടെ യാത്ര എങ്ങോട്ട്? നമ്മുടെ യാത്ര ഒരു തീർത്ഥയാത്രയാണ്. അത് ഊർസ്ലേമിലേക്കുള്ള യാത്രയാണ്. അത് സമാധാന നഗരത്തിലേക്കുള്ള യാത്രയാണ്. ആയതിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന തിരുവചനം അനുസരിച്ച്, അത് ഉൾക്കൊണ്ട്, അത് വിശ്വസിച്ച്, അതിലാശ്രയിച്ച് ഈ തീർത്ഥയാത്ര നമുക്ക് തുടരാം. അപ്രകാരം യെരുസലേമിൽ നമുക്ക് എത്തിച്ചേരാം. യെരുസലേമിൽ എത്തിച്ചേരേണ്ടവരാണ് എന്നുള്ള ബോധത്തിൽ നമുക്ക് നമ്മുടെ ഈ ജീവിതയാത്രയെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ കെട്ടുപണി ചെയ്യാം. മോശവത്സലം ശാസ്ത്രികളോട് ചേർന്ന് നമുക്കൊന്ന് പാടി നോക്കാം. യെരുസലേമിൻ അധിപനീശോ, തിരുമുൻ ഞാൻ സ്തുതി പാടാൻ. യെരുസലേമിൻ അധിപനീശോ, തിരുമുൻ ഞാൻ സ്തുതി പാടാൻ വരും വരെയും അരികിൽ ഭവാൻ ഇരിക്കണം നാഥ. വരും വരെയും അരികിൽ ഭവാൻ ഇരിക്കണം നാഥ. യെരുശലേമൻ ഇമ്പവിടെ, എപ്പോൾ ഞാൻ ചെന്നു ചേരും, ധരണിയിലെ പാടും കേടും എപ്പോൾ എങ്ങൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോൾ എങ്ങൊഴിയും. രണ്ടാമതായി ഐക്യതയും പ്രാർത്ഥനയും. ഒന്നാമതായി ഞാൻ പറഞ്ഞത് അനുസരണവും യാത്രയും. 2 ഐക്യതയും പ്രാർത്ഥനയും. They all join together constantly in prayer. ഇവിടെ നാം വായിക്കുന്നത് അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. They join together constantly to pray steadfastly. 2 വാക്കുകൾ ശ്രദ്ധിക്കാം നമുക്ക്. They join together constantly to pray steadfastly. They returned to Jerusalem. What did they do?
കർത്താവിൻ്റെ തിരുവായ്മൊഴി പ്രകാരം, ഇൻസ്ട്രക്ഷൻ പ്രകാരം, ആ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് അവർ യെരുശലേമിലേക്ക് മടങ്ങി ചെന്നു. ആൻഡ് വാട്ട് ഡിഡ് ദേ ഡു? അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. They all joined together to pray steadfastly. വിശുദ്ധ ബൈബിൾ വന്ധ്യനായ ആർച്ച് കോറെപ്പിസ്കോപ്പ ഡോക്ടർ കുര്യൻ കണിയാമ്പറമ്പിൽ അച്ഛൻ സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വിശുദ്ധ ബൈബിളിൽ ഈ വാക്യം ഇങ്ങനെയാണ് പരിഭാഷപ്പെടുത്തി ഭാഷാന്തരം ചെയ്തിരിക്കുന്നത്: ഒരുമിച്ച് ഏക മനസ്സോടെ പ്രാർത്ഥനയിൽ എപ്പോഴും വ്യാപൃതരായിരുന്നു. ബിലീവേഴ്സ് മസ്റ്റ് ബി ഓഫ് വൺ സ്പിരിറ്റ് ആൻഡ് മൈൻഡ്. ഏതാണ്ട് 120 പരം ആളുകളുണ്ട്. അവർ വിവിധ തരത്തിലുള്ള ആളുകളാണ്. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയ്ക്ക് ജാതിയും മതവും ഒക്കെ ഉണ്ടോ? ജാതിക്കും മതത്തിനും വർഗത്തിനും ഒക്കെ അതീതമായി ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ? സർവമത പ്രാർത്ഥന എന്ന ഒരു കാര്യം ഉണ്ടല്ലോ. പ്രത്യേകിച്ച് പലരും അതിനെ വളരെ വിമർശന ബുദ്ധിയാണ് വീക്ഷിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ എല്ലാവരും ഒന്നിച്ച് കൂടി ചേർന്ന് പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ? അത് ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുകയാണ്. തിയോളജി ഓഫ് ഇന്റർഫെയ്ത്ത്, തിയോളജി ഓഫ് ഇന്റർ കൾച്ചറൽ റിലിജിയോസിറ്റി, അത് അവഗണിക്കുവാൻ പാടില്ല. എന്താണ് ഇന്റർസെസറി പ്രേയേഴ്സ്? വൺ സ്പിരിറ്റ് ആൻഡ് വൺ പർപ്പസ്. അനേകരുടെ പ്രാർത്ഥന നാം ആവശ്യപ്പെടാറില്ലേ? എന്നോട് അന്യമതങ്ങളിലുള്ള അനേക സുഹൃത്തുക്കൾ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടാറുണ്ട്. കാലം ചെയ്ത ഭാഗ്യസ്മരണീയനായ ചരിത്രത്തിലെ ലെജൻഡ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി മതങ്ങളുടെ ആത്മീയതയ്ക്ക് അപ്പുറമായി മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ശുശ്രൂഷകൾ നിർവഹിക്കുകയും വചനം വ്യാഖ്യാനിക്കുകയും അപ്രകാരം സുവിശേഷം സാക്ഷിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്ത ശ്രേഷ്ഠ ദൈവദാസനാണ്. ചരിത്രത്തിലെ ഈ നാടിൻ്റെ ശ്രേഷ്ഠ സംഭാവനയാണ് കാലം ചെയ്ത ക്രിസോസ്റ്റം വലിയ തിരുമേനി. ആ തിരുമനസ് ഉദാത്തമായ ക്രിസ്തീയ വിശ്വാസ സാക്ഷ്യത്തിൻ്റെ മാതൃകയാണ്. ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. വിവിധ തരത്തിലുള്ള ഭാഷക്കാർ, വിവിധ വർണ്ണം, വിവിധ ചിന്താഗതി, സംസ്കാരം. എന്നാൽ അവരെല്ലാവരും ഈ ശിഷ്യന്മാരോട് ചേർന്ന് ഈ അപ്പർ റൂമിൽ, യെരുശലേമിൽ അപ്പർ റൂമിലായിരുന്ന ഈ ശിഷ്യന്മാരോട് ചേർന്ന് അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. ഒരുമിച്ച് ഏക മനസ്സോടുകൂടെ പ്രാർത്ഥനയിൽ എപ്പോഴും അവർ വ്യാപൃതരായിരുന്നു എന്നാണ് സുറിയാനി ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ധ്യനായ ഡോക്ടർ കണിയാമ്പറമ്പിൽ കോറെപ്പിസ്കോപ്പ അച്ഛൻ ഭാഷാന്തരം ചെയ്തിരിക്കുന്നത്. എന്താണ് മധ്യസ്ഥ പ്രാർത്ഥന? ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മധ്യസ്ഥ പ്രാർത്ഥന. അവിടെ ജാതി മതം ഉണ്ടോ? എൻ്റെ കൂടെ യെരുശലേമിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നവർ, അവരുടെ ശ്രദ്ധയെ ഞാൻ പ്രത്യേകം ക്ഷണിക്കട്ടെ. യെരുശലേമിലെ വിവിധ പള്ളികളിൽ, ഈ ഹോളി ലാൻഡ് പല പള്ളികളിൽ നമ്മൾ പോയി. അവിടെയൊക്കെ നമ്മൾ കണ്ടു കറുത്തോപ്പായിട്ട് റബ്ബാച്ചന്മാരും ഷമാശന്മാരും ഒക്കെ ആ പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ശുശ്രൂഷയിലായിരിക്കുന്നത്. ആ ചീഫ് പ്രീസ്റ്റ് അതിൻ്റെ സമയത്ത് വന്ന് ശുശ്രൂഷ നിർവഹിച്ചാലും ശരി, റബ്ബാച്ചന്മാരും ഷമാശന്മാരും പൂർണ്ണസമയം അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ടവർ ആ ദേവാലയത്തിലെ ഓരോ കോർണറിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരാളോട് ഇടയ്ക്കൊന്ന് സംസാരിച്ചു. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് വന്നത്, ഏത് സഭയിൽപ്പെട്ടവരാണെന്നൊക്കെ ഇടയ്ക്ക് നമ്മളുടെ ട്രഡീഷനെ പറ്റിയൊക്കെ ഇടയ്ക്കൊന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളെപ്പറ്റി നല്ലപോലെ അവർക്കറിയാം. അപ്പോൾ ആ റംബാച്ചൻ്റെ അന്നത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ ദേവാലയത്തിൽ ആരൊക്കെ പ്രാർത്ഥനയ്ക്കായി കടന്നു വരുന്നുവോ അവരെ ദൈവവചനം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് എന്താണ് അവർ പ്രാർത്ഥനയ്ക്ക് അവിടെ കടന്നു വരുന്ന
തീർത്ഥാടനക്കാർ എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്ന് ഈ റമ്പാച്ചന് ശരിക്കും അറിഞ്ഞുകൂടാ. എന്നാൽ റമ്പാച്ചൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഇപ്പോൾ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന, നിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഈ നിൻ്റെ മകൾ, ഈ നിൻ്റെ മകൻ, അവരുടെ പ്രാർത്ഥനയ്ക്ക് തിരികെപ്രകാരം നീ ഉത്തരമറിയണമേ, അവരെ ആശീർവദിക്കണമേ, അവരുടെ ഈ യാത്ര അനുഗ്രഹത്തെ മുഖാന്തരമാക്കി തീർക്കണമേ, നിൻ്റെ സന്നിധിയിൽ അവരോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു എന്ന ഈ റമ്പാച്ചൻ ഇതാ ആലയത്തിൽ പ്രാർത്ഥനയ്ക്കായി വന്ന തീർത്ഥാടനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരുവനപ്പെട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ വിവിധ മാനങ്ങളെ പറ്റിയാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. They join together constantly to pray steadfastly. The word is very strong. ഇംഗ്ലീഷ് പരിഭാഷയിൽ NIV ഇവിടെ കാണാം. They returned. അതിൻ്റെ അർത്ഥം they continued, persevered, endured and persisted in prayer. They could not stop praying. വാഗ്ദത്തങ്ങളുടെ നിവൃത്തികൾക്കായി അവർ പ്രാർത്ഥിച്ചു. ഇവിടെ എന്താണ് സംഭവിച്ചത്? 120 ആളുകളാണ് ശിഷ്യന്മാരോടും യേശുക്രിസ്തുവിൻ്റെ അമ്മ മറിയോടും മറ്റ് സ്ത്രീകളോടും ചേർന്ന് ഈ അപ്പർ റൂമിൽ ഇതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ എന്താണ് പ്രാർത്ഥിച്ചത്? വാഗ്ദത്തങ്ങൾ നിവർത്തിക്കായിട്ടാണ് പ്രാർത്ഥിച്ചത്. പരിശുദ്ധ റൂഹ എന്ന വാഗ്ദത്തം, ടു എക്സ്പീരിയൻസ് ദി പ്രസൻസ് ആൻഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആ പരിശുദ്ധ റൂഹയുടെ സംസർഗം, സഹവാസം, സാന്നിധ്യം, ആവാസം അനുഭവിക്കുവാൻ തക്കവണ്ണം, ടു എക്സ്പീരിയൻസ് ദ പവർ ഓഫ് ദ സ്പിരിറ്റ്, ആയതിലേക്ക് അവർ ആ ശക്തിക്ക് വേണ്ടി, ആ ശക്തി ലഭിക്കുവോളം, നിങ്ങളോ ശക്തി ലഭിക്കുവോളം യെരുശലേമിൽ പാർപ്പീൻ എന്ന് യേശു അവരോട് പറഞ്ഞുവെങ്കിൽ, ആ തിരുവായ്മൊഴി അക്ഷരാർത്ഥത്തിൽ അനുസരിച്ചുകൊണ്ട് അവർ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്ന് മഹാസന്തോഷത്തോടുകൂടെ ശിഷ്യന്മാരോട് ചേർന്ന്, ഈ അമ്മമാരോട് ചേർന്ന് 120 ആളുകൾ, വിവിധ രീതിയിലുള്ള, വിവിധ സംസ്കാരത്തിൽ നിന്ന്, വിവിധ ഭാഷ സംസാരിക്കുന്ന, വിവിധ തരത്തിലുള്ള ആളുകൾ, ഇതാ അവർ ഈ പരിശുദ്ധ റൂഹ എന്ന വാഗ്ദത്വം അത് അനുഭവിക്കുവാൻ തക്കവണ്ണം, അതിൻ്റെ ശക്തി അവരെ പ്രാപിക്കുവോളം, അവർക്കത് ലഭ്യമാകുവോളം, ആ വലിയ വാഗ്ദത്തങ്ങൾ നിവൃത്തിക്കായി അവർ ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിച്ചു പോന്നു. They join together constantly and to pray steadfastly. ഇപ്പോൾ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, അനുസരണവും യാത്രയും. 2, ഐക്യതയും പ്രാർത്ഥനയും. 3, സഭയോട് ചേർന്നുള്ള ശുശ്രൂഷ. ഇവിടെ നമുക്ക് കാണാം 14-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 14-ാം വാക്യം. ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടി ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. യേശുവിൻ്റെ അമ്മയായ മറിയോട്, ഈ സ്ത്രീകളോട്, ഈ ശിഷ്യന്മാരോട് ചേർന്ന് ഇവർ പ്രാർത്ഥിച്ചു. ആ സഭയോടെ ചേർന്ന് പ്രാർത്ഥിച്ചു. They centered around the appointed men and women of God. All 11 apostles were present and they were meeting in the upper room. Leaders appointed or ordained by Jesus Christ are to be the leaders of the church. കർത്താവായ യേശുക്രിസ്തുവിനാൽ നിയോഗിക്കപ്പെട്ട, അയക്കപ്പെട്ട ശിഷ്യന്മാരോട് ചേർന്ന് പ്രാർത്ഥിപ്പാൻ, യേശുവിൻ്റെ അമ്മയായ മറിയോടും മറ്റ് സ്ത്രീകളോടും ചേർന്ന് പ്രാർത്ഥിപ്പാൻ ഇവർക്ക് ഇടയായി. യേശുവിൻ്റെ അമ്മ ആരാണ്? അപ്പോസ്തോലോറും എന്ന് ദേവശാസ്ത്രത്തിൽ പറയുന്നത് മേരി അപ്പോസ്തോലന്മാരുടെ അപ്പോസ്തോലയാണ്. സെയിൻറ്റ് മേരി, ഹെർ പ്രസൻസ്, ഹെർ ലവ്, എല്ലാവരെയും ചേർത്ത് നിർത്തിയ ആ അമ്മയുടെ സ്നേഹം, പുത്രൻ തമ്പുരാൻ്റെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം ഈ അമ്മയുടെ സാന്നിധ്യം മുഖാന്തരമായി തീർന്നു. അതാണ് സഭയുടെ സാന്നിധ്യം, അതാണ് സഭയുടെ സ്നേഹം. ഈ അമ്മയുടെ സ്നേഹം സഭയുടെ സ്നേഹമാകുന്നു. ഈ അമ്മയുടെ സ്നേഹം സഭയ്ക്ക് മാതൃകയാകുന്നു. ഈ അമ്മയുടെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സഭയ്ക്ക് കഴിയണം. എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം ശിഷ്യന്മാരെയും അപ്പോസ്തലന്മാരെയും ഇതാ അവിടെ കൂടി വന്ന് എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ വാഗ്ദത്തങ്ങളുടെ നിവർത്തിക്കായി, ഈ പരിശുദ്ധ റൂഹായുടെ ശക്തി ലഭ്യമായി തീരുവാൻ, അത് അനുഭവമായി തീരുവാൻ തക്കവണ്ണം ഈ അമ്മമാരോട് ചേർന്ന് ദൈവസന്നിധിയിൽ ഒരുമനപ്പെട്ട് അവർ പ്രാർത്ഥന കഴിച്ചു പോന്നു.
കർത്താവിനെയും കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരെയും അപ്പോസ്തലന്മാരെയും ശരിക്കറിയാവുന്ന അമ്മ ഈ കന്യമറിയാം. ഈ അമ്മയുടെ സ്നേഹം, ഈ അമ്മയുടെ ആതിഥ്യം, ഈ അമ്മയുടെ പ്രാർത്ഥന, ഈ അമ്മയുടെ സാന്നിധ്യം, അത് ചരിത്രത്തിൽ, സഭാ ചരിത്രത്തിൽ, സഭാ ശുശ്രൂഷയിൽ വലിയേറിയതാകുന്നു. ആ സ്നേഹം ഈ ലോകത്തിന് നൽകുവാൻ സഭയ്ക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ 12-14 വാക്യങ്ങൾ ആസ്പദമാക്കി 3 കാര്യങ്ങൾ, ലളിതമായ 3 കാര്യങ്ങളാണ് നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ശ്രമിച്ചത്. 1, അനുസരണവും യാത്രയും. പ്രിയമുള്ളവരെ, നമ്മുടെ യാത്ര എങ്ങോട്ടാണ്? നമ്മുടെ യാത്ര ഊറുസ്ലേമിലേക്കാണ്. ആ ഊറുസ്ലേമിലെ സമാധാന നഗരത്തിൽ നമുക്ക് ചെന്നെത്താം. ഭയപ്പെട്ടു പോകരുത്, വഴിയിലെ പെട്ടുപോകരുത്, പിന്മാറിപ്പോകരുത്, പുറകോട്ട് പോകരുത്. അലക്സാണ്ടർ മാർത്തോമ വലിയ തിരുമേനസ്സുകൊണ്ട് പല ഇടങ്ങൾക്കും യെരുസലേം എന്ന പേര് കൊടുത്തു. യോഹന്നാൻ തിരുമേനിയും അങ്ങനെ ചെയ്തു. വിശുദ്ധന്മാരുടെ പേര് കൊടുക്കുന്ന ഒരു പതിവ്. അതോടൊപ്പം മാർത്തോമ സഭയിൽ യെരുസലേം എന്ന പേര് കൊടുത്തു. എന്താണ് യെരുസലേം? ഓരോ ഇടവകയും ഓരോ തീർത്ഥാടക സംഘമാണ്. ആ ഇടവക മുഴുവൻ യെരുസലേമിൽ എത്തിച്ചേരുവാൻ ഏറ്റവും അവസാനത്തെ, ഇപ്പോൾ ചരിത്രത്തിൽ ഏറ്റവും അവസാനം ഉണ്ടാക്കിയ ഒരു അരമനയാണല്ലോ കൊട്ടാരക്കരയിലെ അരമന. എപ്പിസ്കോപ്പൽ സുന്നഹദോസ് കുർലോസിമേനി താമസിക്കുന്ന ആ അരമനയ്ക്ക് ഊറുസ്ലേം എന്നാണ് പേരിട്ടത്. എന്തർത്ഥവത്തായ പേര്! അതുകൊണ്ടാണ് ഞാൻ ഓരോ അരമനയുടെയും പേര് പറയാൻ ശ്രമിച്ചത്. ഓരോ അരമനയുടെ പേരും പ്രാർത്ഥനയുടെ ഗോപുരങ്ങളാണ്. ഹെർമോൻ അരമന, സീനായി അരമന, സിയോൻ അരമന, ഒലിവറ്റ് അരമന, ഇപ്പോൾ കൊട്ടാരക്കരയിലെ ഊറുസ്ലേം അരമന, സിറ്റി ഓഫ് ഗാഡ്. അതിനെല്ലാം അർത്ഥമുണ്ട്. നാം യെരുസലേമിലേക്കുള്ള യാത്രയിലാണ്. നമ്മുടെ യാത്ര എങ്ങോട്ടാണ്? അനുസരണവും യാത്രയും. 2, ഐക്യതയും പ്രാർത്ഥനയും. എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ഒരുമനപ്പെട്ടാണ്, ഐക്യത്തിലാണ്, ഭാരങ്ങൾ പങ്കുവെച്ചാണ്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ അനുഗ്രഹം തന്നെ ഈ ഐക്യമാണ്. 2 3 പേരുടെ നാമത്തിൽ ഒന്നിച്ചു കൂടിയാൽ ഞാൻ അവരുടെ മധ്യേ ഉണ്ട് എന്നരുളി ചെയ്ത നമ്മുടെ മോറാൻ ഈശോ മിശിഹായുടെ സ്വർഗീയ വാഗ്ദത്തം വിശ്വസിച്ചുകൊണ്ട് ഒരുമനപ്പെട്ട ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ നിരന്തരം സഹായിക്കുമാറാകട്ടെ. 3, പ്രിയമുള്ളവരെ, സഭയോടെ ചേർന്ന ശുശ്രൂഷ നിർവഹിക്കണം. യേശു ക്രിസ്തുവിനാൽ നിയോഗിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട, അയക്കപ്പെട്ട അപ്പോസ്തലന്മാരോടും, ഇവിടെ ഈ അപ്പർ റൂമിലെ 11 അപ്പോസ്തലന്മാരുണ്ട്. യേശുവിൻ്റെ അമ്മയായ മറിയയും പിന്നെ സഹോദരന്മാരവിടെയുണ്ട്, മറ്റ് സ്ത്രീകൾ അവിടെയുണ്ട്. സഭയോടെ ചേർന്നുള്ള ശുശ്രൂഷയ്ക്കായി നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. സഭയോടെ ചേർന്നാണ് നമ്മളുടെ ശുശ്രൂഷ. They ascended upon the appointed men and women of God. All 11 apostles were present and they were meeting in the upper room. Leaders appointed or ordained by Jesus Christ are to be the leaders of the church. കർത്താവിനാൽ നിയോഗിക്കപ്പെട്ട, ദൈവ നിയോഗം പ്രാപിച്ച ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കണം സഭയുടെ നേതാക്കന്മാർ. അതല്ലാതെ നാം ഒന്നിച്ചുകൂടി നമുക്കിഷ്ടമുള്ളവരെ നിയോഗിക്കുന്ന രീതിയല്ല. ഇതിന് അപ്പോസ്തലികമായ അവർ ചേർച്ച്, നമ്മൾ നിഖ്യാവിശ്വാസപ്രമാണത്തിൽ ഏറ്റു പറയുന്ന നമ്മുടെ സഭ എങ്ങനെയാണ്? ഏകവും കാതോലികവും വിശുദ്ധവും അപ്പോസ്തോലികവുമായ സഭ. വൺ ഹോളി അപ്പോസ്റ്റോളിക് കാത്തലിക് ചർച്ച്. ഒരു സഭ, ഏകമായ സഭ, വിശുദ്ധ സഭ, ശ്ലൈഹികമായ സഭ, കാതോലികവും സാർവത്രികമായ സഭ, യൂണിവേഴ്സൽ ചർച്ച്, വൺ ഹോളി അപ്പോസ്റ്റോളിക് കാത്തലിക് ചർച്ച്. പ്രിയമുള്ളവരെ, ഈ ശ്ലൈഹികമായ സഭ, ഈ സ്ലീഹന്മാരാൽ ഈ സഭ കെട്ടുപിടി ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തലന്മാരെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ കന്യമറിയാമിലൂടെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ആ വലിയ സ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃക, ആ സ്നേഹം ഈ ലോകത്തിന് കൊടുക്കുവാൻ സഭയ്ക്ക് സാധിക്കണം. അമ്മയുടെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഈ സഭയ്ക്ക് നമുക്ക് സാധിക്കട്ടെ. കർത്താവിനെയും കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരെ ഏറ്റവും അടുത്തറിയാവുന്ന ചരിത്രത്തിലെ ഏറ്റവും ശ്രേഷ്ഠ വ്യക്തിയാണ് വിശുദ്ധ കന്യകമറിയാം. ആ അമ്മയുടെ സ്നേഹം, അമ്മയുടെ ആതിഥ്യം, ആ അമ്മയുടെ പ്രാർത്ഥന മധ്യസ്ഥം, ആ അമ്മയുടെ സാന്നിധ്യം, ഇവയെല്ലാം സഭാ ശുശ്രൂഷയിൽ, സഭാചരത്തിൽ വലിയേറതാകുന്നു. ആ സ്നേഹം ഈ ലോകത്ത് നൽകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ നിരന്തരം സഹായിക്കുമാറാകട്ടെ.
നമ്മുടെ പുസ്തകത്തിൽ 182 ഗീതം, അത് ഒ.സി. അലക്സാണ്ടർ സാർ രചിച്ചതാണ്. ഒ.സി. അലക്സാണ്ടർ സാറിനെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. അവരെല്ലാവരും ഈ ലോകം വിട്ട് കടന്നുപോയി. അപ്പോൾ വളരെ പ്രസിദ്ധമായ ഗീതം ആ കാലത്ത് മരാവൻ മഹായോഗത്തിലും മറ്റ് കൂട്ടായ്മകളൊക്കെ പാടി പിന്നീട് ക്രിസ്തീയ കീർത്തനങ്ങളിലേക്ക് ഈ പാട്ട് ചേർക്കപ്പെടുകയാണ് ഉണ്ടായത്. അവിടെ ജീവിതയാത്രക്കാരായ കാലടികൾ ഇങ്ങോട്ട് നാം യാത്ര തുടരുകയാണ്. മെരുസലേമിലേക്കാണോ അതോ വേറെ വഴിക്ക് പട്ടുപോവുകയാണോ, വീണുപോവുകയാണോ, മാറിപ്പോവുകയാണോ, ജീവൻ്റെ മാർഗമാണോ, എന്താണ് നിന്റെ ലക്ഷ്യമെന്ന് പാട്ടുകാരൻ ചോദിക്കുകയാണ്. നീ യോർദാൻ്റെ അക്കരെ ചെന്ന് ചേരേണ്ടതിലേക്ക് നിന്റെ നാവിൽ പ്രാർത്ഥനാഗാനമുണ്ടോ? നിന്റെ ഹൃദയത്തിൽ ആ ശാന്തിയുണ്ടോ? ആ ശാന്തി പ്രാപിപ്പാൻ നീ അവനെ പാടി സ്തുതിക്കുമോ? ഇതാണ് പാട്ടുകാരൻ ചോദിക്കുന്നത്. നമുക്ക് ചേർന്ന് പാടാം. ജീവിത യാത്രക്കാരാ കാലടികളെങ്ങോട്ട്, നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ, ലക്ഷ്യം നിൻ മുൻപിലെന്ത്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ, ലക്ഷ്യം നിൻ മുൻപിലെന്ത്? വൈഷമ്യമാം മേടുകളിൽ എങ്ങനെ നീ കടക്കും? എങ്ങനെ നീ യോർദാനിൻ്റെ അക്കരെ ചെന്നു ചേരും? നിൻ തോണിയിൽ കർത്തനേശുണ്ടോ? നിന്നാവിൽ പ്രാർത്ഥന ഗാനമുണ്ടോ? നിൻ തോണിയിൽ കർത്തനേശുണ്ടോ? നിന്നാവിൽ പ്രാർത്ഥന ഗാനമുണ്ടോ? പുത്തൻ ഗാനാലാപം പാടി സ്തുതിക്കുവാൻ ഹൃദയത്തിലെ സ്വർഗീയ ശാന്തിയുണ്ടോ? ജീവിത യാത്രക്കാരാ കാലടികളെങ്ങോട്ട്, നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ, ലക്ഷ്യം നിൻ മുൻപിലെന്ത്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ, ലക്ഷ്യം നിൻ മുൻപിലെന്ത്? പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗാരോഹണത്തിന് ശേഷം നിന്റെ തിരുവായ്മൊഴി ഓർത്ത് ശിഷ്യഗണം യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്ന് നിന്നെ വാഴ്ത്തി പുകഴ്ത്തി എന്ന് ഞങ്ങൾ വായിക്കുന്നു. നീ ആവശ്യപ്പെട്ടതുപോലെ കർത്താവെ, അവർ ശക്തി ലഭിക്കുവോളം നഗരത്തിൽ പാർത്ത് ഒരുമനപ്പെട്ട പ്രാർത്ഥന കഴിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു. ആകയാൽ ഈ ജീവിത യാത്രയിൽ നിന്റെ വചനത്തെ അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര തുടരുവാൻ, യെരുശലേമിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ലക്ഷ്യം തെറ്റിപ്പോകാതെ ആ പൂർണ്ണതയിൽ ഞങ്ങൾ എത്തിച്ചേരേണ്ടതിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ പ്രകാരം നിനക്ക് പ്രസാദകരമായിരിക്കണമേ. ആയതിലേക്ക് വചനത്തെ അനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ നീ ആശീർവദിക്കണമേ. ഞങ്ങൾ ഒന്നിച്ച് നിന്റെ സന്നിധിയിൽ ഒരുമനപ്പെട്ട് അന്യോന്യം ഉൾക്കൊണ്ടും ക്ഷമിച്ചും വഹിച്ചും സഹിച്ചും തിരുസന്നിധി സ്തോത്രം ചെയ്ത് ഐക്യപ്പെട്ടും നിന്റെ സന്നിധിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിപ്പാൻ, ഒരുമനപ്പെട്ട് പ്രാർത്ഥിപ്പാൻ ഐക്യത്തിൻ്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ നീ പകരണമേ. ജാതിക്കും മതത്തിനും വർഗത്തിനും ഒക്കെ അതീതമായി മാനവകുലത്തിനു വേണ്ടി, സർവ്വചരാചരങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ വസിക്കുന്ന ദേശത്തിനു വേണ്ടി, ലോകത്തിനു വേണ്ടി നിന്റെ പരമസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ വന്നിരിക്കുന്ന ശ്രേഷ്ഠ മാതൃകൾക്കായി സ്തോത്രം. പ്രാർത്ഥനയിൽ ജാഗ്രതയോടെ ഉറ്റിരിപ്പാൻ തക്കവണ്ണം ആ വാഗ്ദത്തങ്ങൾ ഞങ്ങളുടെ മേൽ നിവൃത്തിയായിത്തീരേണ്ടതിലേക്ക്, ഞങ്ങൾ ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നിവൃത്തി നിന്നിലൂടെ ഞങ്ങൾ അത് പ്രാപിക്കേണ്ടതിലേക്ക് നിന്നുള്ള ബന്ധത്തിൽ ജയാളികളായി നിന്ന് നന്ദിയോടെ സ്ഥിരതയോടെ പ്രാർത്ഥിപ്പാൻ, പ്രാർത്ഥനയുടെ മഹത്വം ഞങ്ങൾ കാണുവാൻ, നിന്റെ ഹിതം ഞങ്ങൾക്ക് വെളിപ്പെടുവാൻ, നിന്റെ ശക്തി ഞങ്ങൾക്ക് പ്രാപ്യമായി തീരുവാൻ തുടർന്നും സംഗതിയാക്കണമേ. അപ്രകാരം ഞങ്ങൾ സഭയോട് ചേർന്ന് ശുശ്രൂഷ നിർവഹിച്ച സാക്ഷി നിർവഹണത്തിൽ, ദൗത്യ നിർവഹണത്തിൽ പങ്കാളികളാകുവാൻ ഇതൊക്കെ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശിഷ്യന്മാർ മടങ്ങിച്ചെന്ന് 120 പരം ആളുകൾ ഒന്നിച്ച് കർത്താവേ ആ മാളികയിൽ യെരുശലേമിൽ ശിഷ്യന്മാരോട് ചേർന്ന് യേശുവിൻ്റെ അമ്മയായ മറിയോടും മറ്റ് സ്ത്രീകളോടും ചേർന്ന്
അവർ പ്രാർത്ഥിച്ചുവല്ലോ. ആ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കേണ്ടതിലേക്ക് ഐക്യത്തിൻ്റെ ആത്മാവിനെ എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ, സ്നേഹിക്കുവാൻ, കരുതുവാൻ, ആതിഥ്യമരുളുവാൻ, അവർക്ക് മാതൃകയായിരിക്കാൻ, അവർക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുവാൻ അമ്മയുടെ സാന്നിധ്യം മുഖാന്തരമായി തീർന്ന് ഞാൻ ചരിത്രത്തിൽ വായിക്കുന്നു. കർത്താവേ, ആ വലിയ അമ്മയുടെ സ്നേഹം ഈ ലോകത്തിന് നൽകുവാൻ തിരുസഭയെ നീ പ്രാപ്തിപ്പെടുത്തണമേ. ആ മാതൃക തിരുസഭയ്ക്കുള്ള മാതൃകയാകുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സ്നേഹം ഈ ലോകത്തിന് നൽകുവാൻ, ലോകത്തിനു വേണ്ടി ആതിഥ്യമരുളുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദിവ്യസ്നേഹത്തിൽ എല്ലാവരെയും അന്യോന്യം ചേർത്ത് നിർത്തുവാൻ ഇടയാക്കണമേ. ആയതിലേക്ക് ഉള്ള വലിയ ദൗത്യ നിർവഹണത്തിൽ സഭയോടെ ചേർന്ന് ഞങ്ങൾ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ നീ നിയോഗിച്ചിരിക്കുന്ന നിന്റെ ദാസന്മാരെയും ദാസിമാരെയും അവരെ മാനിച്ചും അവരോട് ചേർന്നും ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുറവുകളെ പൊറുക്കണമേ, അതിലെ ഞങ്ങളെ ആശീർവദിക്കണമേ. ഈശോ മിശിഹ പോലെ ഞങ്ങളുടെ പ്രാർത്ഥനയെ കരുണയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. ധരീതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. കടക്കാരങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലെ പ്രവേശിപ്പിക്കരുതേ, ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ, നിങ്ങളെല്ലാവരും വാഴ്ത്തപ്പെട്ടവരാകുന്നു. റൂഹായുടെ ഈ ശുശ്രൂഷയിൽ വിശ്വാസത്തോടെ പങ്കുകൊണ്ട് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവുമുള്ള പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഉന്നതമായ തന്റെ ശ്രേഷ്ഠ സിംഹാസനം മുൻപാകെ എപ്പോഴും എന്നേക്കും കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി.